ഹായ് എല്ലാ കൂട്ടുകാർക്കും ഓൾ സൊല്യൂഷൻ പോർട്ടൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധീർ കബീർ. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നത് നമ്മുടെ വാട്സാപ്പ് ബാൻ ചെയ്ത് തുടങ്ങിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ ലൈവ് വന്നിരുന്നു. അതനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസവും ഞാൻ ലൈവിൽ വന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് 1 മണിക്കൂറോളം ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഇപ്പോൾ പഴയ GB വാട്സാപ്പ് അല്ലെ FM വാട്സാപ്പ് ഒക്കെ ഒഫീഷ്യലായിട്ട് മാറ്റാൻ പറ്റുക, അതിന് എന്താണ് സൊല്യൂഷൻ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു ഡാറ്റയും നഷ്ടപ്പെടാതെ GB വാട്സാപ്പിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന യാതൊരു ഡാറ്റയും നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് കൺവേർട്ട് ആവാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മളൊരു ലൈവ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാ ദിവസവുമാണ് അത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ എത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റും എന്നൊന്നും യാതൊരു ഐഡിയയുമില്ല. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് GB വാട്സാപ്പിനെ ഒഫീഷ്യൽ വാട്സാപ്പിലേക്ക് അല്ലെങ്കിൽ വാട്സാപ്പായിട്ട് മാറ്റാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് യോവ വാട്സപ്പ് 2 എന്ന് പറയുന്ന വെർഷനെ ഒഫീഷ്യൽ വാട്സപ്പായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ യോവ വാട്സപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നോർമലി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് എനിക്ക് ഒരു ചാറ്റ് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നിലവിലുള്ളത്. IT വേൾഡ് പ്രീമിയം എന്ന് പറയുന്ന എൻ്റെ ഒരു ഗ്രൂപ്പ് മാത്രമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഈ യോവ വാട്സപ്പ് 2 വഴി യൂസ് ചെയ്യുന്നത്. ഈ നമ്പറിൽ ഒരു ഗ്രൂപ്പ് മാത്രമേ എനിക്ക് നിലവിലുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനെങ്ങനെ നമുക്ക് മറ്റൊരു ഒഫീഷ്യൽ ആപ്പിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ മോഡൽ വാട്സാപ്പിൽ നിന്ന് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം ചാറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് എടുക്കുക. അതിനുശേഷം ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇത് വളരെ കുറഞ്ഞ ഒരു ഗ്രൂപ്പ് മാത്രം ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സൈസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഇത് വളരെ പെട്ടെന്ന് ബാക്കപ്പായി. ഇവിടെ ലോക്കൽ ബാക്കപ്പ് ക്രിയേറ്റഡ് 5:52 PM എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് നിങ്ങളെ പലപ്പോഴും പരിചയപ്പെടുത്തിയിട്ടുള്ള എക്സ്പ്ലോർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിൽ ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്തത് യോവ വാട്സപ്പ് 2 ആയതുകൊണ്ട് യോവ വാട്സപ്പ് 2 എന്ന് പറയുന്ന ഒരു ഫോൾഡർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ യോവ വാട്സപ്പ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അതിപ്പോൾ നിങ്ങളുടെ GB വാട്സപ്പ് ആണെങ്കിൽ ഈ യോവ വാട്സപ്പ് 2 എന്നതിന് പകരം GB വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടൈം വെച്ചിട്ട് നമ്മൾ നോക്കുക. ഇപ്പോൾ ഞാൻ 5:52 ഞാനിത് ക്രിയേറ്റ് ചെയ്തത്. 5:52 ക്രിയേറ്റ് ആയ ഈ ഒരു ഡാറ്റാബേസ് ഉണ്ട്. അതുകൂടാതെ മീഡിയ ഫയൽസ് ഒക്കെ ഈ മീഡിയ എന്നുള്ള ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നമ്മൾ ഒഫീഷ്യൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒഫീഷ്യൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ഒരു ഇൻസ്റ്റാളേഷൻ്റെ പ്രശ്നം നമുക്കിവിടെ ഇല്ല. അപ്പോൾ നമുക്കിനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇപ്പോൾ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഒന്നാമത്തത് നമ്മൾ ബാക്കപ്പ് ചെയ്തു, രണ്ടാമതായിട്ട് നമ്മൾ ഈ പറഞ്ഞ ഒഫീഷ്യൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തു. ഇനി ഈ ഒഫീഷ്യൽ വാട്സാപ്പിൻ്റെ ഇപ്പോൾ നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡറും കൂടി ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഡാറ്റ ഒന്നും ചെയ്യാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ വാട്സപ്പ് ഞാനിപ്പോൾ ഇവിടെ ഈ ഫോൾഡർ ക്രിയേറ്റ് ആയിരുന്നു, ഞാനത് റീനെയിം ചെയ്ത് വാട്സപ്പ് ഓൾഡ് എന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് ഓൾഡ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ റീനെയിം ചെയ്യാം. ഇതുപോലെ റീനെയിം ചെയ്തിട്ട് ഫോൾഡർ ഇങ്ങനെ ആക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു വാട്സപ്പ് എന്നുള്ള ഫോൾഡർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ അകത്ത് ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി നമുക്ക് ഈ യോ വാട്സപ്പ് 2 എന്നുള്ളതിന് നമുക്കൊന്ന് റീനെയിം ചെയ്യാം. നമുക്ക് റീനെയിം ചെയ്യേണ്ട ഇതിനെ വെറും വാട്സപ്പ് എന്ന് മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഇതിനെ വാട്സപ്പ് എന്ന് മാത്രമായിട്ട് ഞാൻ ഇതിനിവിടെ റീനെയിം ചെയ്യുകയാണ്. ഈ ഒരു വാട്സപ്പ് എന്നുള്ളത് ഞാനൊന്ന് കോപ്പി എടുക്കുന്നുണ്ട്, കാര്യം ഇനിയും നമുക്കിത് ആവശ്യം വരും. അപ്പോൾ എപ്പോഴും എഡിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ കോപ്പി എടുത്തതാണ്. ഇത് വാട്സപ്പ് എന്ന് നമ്മൾ ഈ യോ വാട്സപ്പ് എന്നുണ്ടായിരുന്ന ഫോൾഡറിനെ നമ്മൾ വാട്സപ്പ് എന്ന് റീനെയിം ചെയ്തു. അതിനുശേഷം അത് തുറന്നതിന് ശേഷം മീഡിയാസിൽ പോവുക. മീഡിയാസിൽ എല്ലായിടത്തും നമുക്ക് യോ വാട്സപ്പ് 2 എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിനെല്ലാം നമ്മൾ റീനെയിം ചെയ്യണം. ഈ യോ വാട്സപ്പ് 2 എന്നുള്ളിടത്തെല്ലാം അതിനാണ് ഞാൻ അവിടുന്ന് കോപ്പി എടുത്തുകൊണ്ട് വന്നത്. ഇവിടെ നമ്മൾ ആ വാട്സപ്പ് ഒന്ന് കോപ്പി ചെയ്ത് ആ ഒരു ടെക്സ്റ്റ് നമ്മളിവിടെ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഇവിടെ നമ്മൾ ഞെക്കി പിടിച്ചിട്ട് അത് പേസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഇതുപോലെ എല്ലാ ഫോൾഡറും നമ്മൾ റീനെയിം ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഈ യോ വാട്സപ്പ് എന്ന് തുടങ്ങുന്ന എല്ലാ ഫോൾഡറുകളും നമ്മൾ റീനെയിം ചെയ്യുക.
ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോൾഡറും നമ്മൾ യോ വാട്സാപ്പ് എന്നുണ്ടായിരുന്ന എല്ലാം നമ്മൾ മാറ്റിയിട്ട് വാട്സപ്പ് എന്ന് നമ്മൾ റീനെയിം ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഈ പഴയ യോ വാട്സാപ്പ് എന്നുള്ള ഇതിൻ്റെ ഡാറ്റ നമുക്ക് ക്ലിയർ ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് യോ വാട്സാപ്പിൽ നമുക്ക് അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല. യോ വാട്സാപ്പിൽ പുതിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ നമ്പർ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സാപ്പിൻ്റെ അകത്ത് എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ നമ്പർ കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഫോണ് എൻ്റെ കയ്യിലുണ്ട്. ആ ഫോണാണിത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കോൾ മീ എന്ന ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാര്യം ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഇത് ട്രൈ ചെയ്തതുകൊണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കോൾ വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. ഞാനത് കൊടുക്കുകയാണ്. ഓക്കെ, വാട്സപ്പിൻ്റെ കോള് ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്കെടുക്കാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇത് വാട്സപ്പിൻ്റെ കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നമ്മളതൊക്കെ അലോട്ട് ചെയ്തു. നമ്മളതിൻ്റെ പെർമിഷൻസൊക്കെ അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചാറ്റ് ബാക്കപ്പ് ഉണ്ടോ എന്നുള്ളതാണ് വാട്സപ്പ് ഇപ്പോൾ ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 5 മിനിറ്റ് മുമ്പ് 31 MB ഉള്ള ഒരു ചാറ്റ് ബാക്കപ്പ് ഇതിൻ്റെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒഫീഷ്യൽ വാട്സപ്പിലല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കും. നമ്മൾ അത് യോ വാട്സപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ആ ഫോൾഡറിനെ മുഴുവനായിട്ടും റീനെയിം ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നമ്മളത് റീസ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മെസ്സേജസും റീസ്റ്റോറായി. റീസ്റ്റോറിങ് 100% ആയി. ഇപ്പോൾ 298 മെസ്സേജസാണ് ആ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം റീസ്റ്റോർ ആയിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യാലിസ് ചെയ്യുകയാണ്. ഇത് അല്പം സമയം എടുക്കും. അപ്പോൾ നമുക്കൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ത്യാലിസേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ വൈഫൈ ചോദിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പോൾ കുറച്ച് മെസ്സേജുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കേട്ട മെസ്സേജ് വരെയുള്ളത് റീസ്റ്റോർ ആയിട്ടുണ്ട്. നമുക്കിവിടെ പ്ലേ ബാക്ക് ചെയ്ത് നോക്കാം. ഞാൻ കുറേ തുടങ്ങിയിട്ട് ഇങ്ങനെ പേരുണ്ട്, പിന്നെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പോൾ ആ ഡാറ്റ എല്ലാം ഇവിടെ റീസ്റ്റോർ ആയിട്ടുണ്ട്. ഹായ് ബ്രദർ, അത് എന്താ പറ്റിയെന്നറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വാട്സാപ്പിൻ്റെ റീസ്റ്റോറേഷൻ ഇതുപോലെയാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ മെസ്സേജുകളും ഇതിൻ്റെ അകത്ത് റീസ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഫീഷ്യൽ വാട്സാപ്പിൽ നമുക്ക് നമ്മുടെ മെയിലിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും.